ഗുഡ് ഈവനിങ്. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയത് ഒരു മിക്സ്ഡ് ട്രെൻഡാണ്. നാളെ ക്രിസ്മസ് പ്രമാണിച്ച് മാർക്കറ്റിന് അവധിയാണ്. റുപ്പിയുടെ വീക്ക്നെസ് തുടരുന്നു. ഫ്രഷ് ലോ ഹിറ്റ് ചെയ്തിരിക്കുന്നു 85.2. NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല 1255 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 1223 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഇനി നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി 50യുടെ 5 മിനിറ്റ് കാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യ സെഷനിൽ മാർക്കറ്റ് 0.7% ലോയിൽ നിന്നും കയറിയെങ്കിലും പിന്നീട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് 0.1% നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കാണാൻ പറ്റിയത്. മാർക്കറ്റിൽ ആദ്യ സെഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ്നെസ് നിലനിർത്താൻ സാധിച്ചില്ല. പിന്നീട് തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. എങ്കിലും മാർക്കറ്റ് അവസാനം ക്ലോസ് ചെയ്ത സമയത്ത് 0.11% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് 0.02% ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. സ്മോൾ ക്യാപ്പ് 250 ഇന്ന് 0.3% നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ വിക്സ് ഇന്ന് 2.5% ഒരു ചെറിയൊരു ഡിവാണ് ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റിൽ ആക്ടിവിറ്റി പൊതുവെ കുറവാണെന്ന് നമുക്ക് കാണാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് 0.16% നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. IT സെക്ടറിൽ ഇന്ന് 0.3% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. IT ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഫാർമ 0.06% ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്ന് കാണാനിടയായിട്ടുള്ളത്. FMCGയിൽ ഒരു ചെറിയൊരു റിവേഴ്സലിൻ്റെ സാധ്യതയാണ് കാണുന്നുള്ളത്. 0.5% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് FMCGയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ്നെസ് ഇന്നത്തെ കാണാൻ പറ്റും. നിഫ്റ്റി ഓട്ടോ ഇന്ന് 0.57% ഒരു ചെറിയൊരു റിവേഴ്സൽ നമുക്കിവിടെ കാണാൻ പറ്റി. നിഫ്റ്റി റിയാലിറ്റി 0.08% നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് കാണാൻ പറ്റുന്നത്. മെറ്റലിൽ ഇന്ന് നല്ലൊരു സെൽ ഓഫ് കണ്ടു. 0.83% ഒരു ഇടിവാണ് നിഫ്റ്റി മെറ്റൽ ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഗോൾഡ് ഇന്ന് ഫ്ലാറ്റായി ട്രേഡ് ചെയ്യപ്പെടുന്നു. 0.1% നേരിയ ഒരു പോസിറ്റീവാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. US മാർക്കറ്റിൽ ഇന്നലെ ഡൗ ജോൺസ് 0.16% നേരിയ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിട്ടുണ്ടായത്. എന്നാൽ നാസ്ഡാക്ക് ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ 1% പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിട്ടുള്ളത്. US മാർക്കറ്റിലെ S&P 500 0.73% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. മാർക്കറ്റ് പൊതുവെ US മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു ഇന്നലെ. അതിൻ്റെ റിയാക്ഷനാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് കാണാനിടയായിട്ടുള്ളത്. മീഡിയ ഇന്ന് നെഗറ്റിവിറ്റി തുടരുകയാണ്. 0.34% ഒരു ലോസാണ് ഇന്ന് മീഡിയ സെക്ടറിൽ കാണാൻ ഇടയായിട്ടുള്ളത്. നിഫ്റ്റി ഹെൽത്ത് കെയറിൽ ഇന്ന് അൺചേഞ്ചാണ്. നിഫ്റ്റി 50യിൽ ഇന്ന് 22 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 28 കമ്പനികൾ ഇന്ന് ലോസ് രേഖപ്പെടുത്തി. ടോപ്പ് ഗൈനേഴ്സ് ലിസ്റ്റിൽ കാണാം ടാറ്റ മോട്ടോഴ്സ് 1.92%, അദാനി എൻ്റർപ്രൈസ് 1.43%, BPCL 1%, അതേപോലെ ഐഷർ മോട്ടോഴ്സ് 0.89%, ITC 0.89%, ട്രെൻഡ് 0.8%. ഇനി കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവർ ഗ്രിഡാണ് 1.65%, അതേപോലെ തന്നെ JSW സ്റ്റീൽ 1.6%, ടൈറ്റാൻ 1.28%, SBI ലൈഫ് 1.3%. ഇനി ഫാർമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് മോട്ടിലാൽ ഒസ്വാൾ വെൽത്ത് മാനേജർ ലിമിറ്റഡിൻ്റെ പഠനപ്രകാരം ക്രിസിൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനപ്രകാരം ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി ഫൈനാൻഷ്യൽ ഇയർ 2026 9 to 11% ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. ഫാർമ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പോർട്ട് ഡിമാൻഡ്, അതുപോലെ തന്നെ പ്രൈസ് ഹൈക്സ്, ഇനി ആഭ്യന്തര മാർക്കറ്റിലുള്ള പുതിയ അവസരങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു വളർച്ച സാധ്യത വിലയിരുത്തുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് PLI സ്കീമിൽ ഫാർമ ഇൻഡസ്ട്രിയെ ഉൾപ്പെടുത്തിയത് മറ്റൊരു ഘടകമാണ്. 18 to 20% ഇമ്പോർട്ടഡ് ഡ്രഗ്സ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഫാർമയിലുള്ള നല്ല സ്റ്റോക്കുകളൊക്കെ കണ്ടെത്തുക, നല്ല പ്രോബിലിറ്റി ഉള്ള സ്റ്റോക്കിലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ലോങ് ടൈമിലേക്ക് നല്ല സ്റ്റോക്കുകളൊക്കെ ഫാർമ സെക്ടർ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ഹെവി വോളിയം നമുക്ക് കാണാനിടയായി. ഇൻട്രാഡേയിൽ ഏകദേശം 13% സ്പൈക്ക് രേഖപ്പെടുത്തി. അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ 4% നേട്ടത്തോടു കൂടി ക്ലോസ് ചെയ്തു. ഇത് റിലേറ്റഡ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO വരുന്ന ഒരു വാർത്തയാണ്. 1500 കോടി സ്വരൂപിച്ച് ടാറ്റ ക്യാപിറ്റൽ ഒരു IPOയുമായി വരുന്നു. കൂടുതൽ വാർത്തയുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.